പാർലമെന്റിന്റെ 4ാം ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ചിത്രം കൂടുതൽ വ്യക്തമായിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇനി 3 ഘട്ടങ്ങൾ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. മെയ് മാസം 20, 25 തീയതികളിലും ജൂൺ മാസം 1-ാം തീയതിയുമായി ശേഷിക്കുന്ന മണ്ഡലങ്ങളിലെ വോട്ടിംഗ് പൂർത്തിയാകുമ്പോൾ 543 മണ്ഡലങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കും. വോട്ടെണ്ണൽ ജൂൺ മാസം 4-ാം തീയതിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്തുകൊണ്ടായിരിക്കും ജൂൺ മാസം 4-ാം തീയതിയിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാൻ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയിൽ അതിസങ്കീർണമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് പൂർത്തിയാകാൻ പോകുന്നത്. ഒരുപക്ഷെ ലോകത്തിൽ മറ്റൊരു രാജ്യത്തും ഇല്ലാത്ത രീതിയിലുള്ള സങ്കീർണതകൾ നിറഞ്ഞതാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം. അതുകൊണ്ട് തന്നെ വളരെ ആയാസകരമായിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ഇതിനെ ലോകം കാണുന്നത്. ആ തരത്തിലാണ് ഇത് രാഷ്ട്രീയ ചിന്തകന്മാരും ശാസ്ത്രജ്ഞന്മാരും വിലയിരുത്തുന്നത്. ഇന്ത്യയുടെ ഭാവി ഭാഗധേയം വരുന്ന 5 വർഷക്കാലം നിർണയിക്കാൻ പോകുന്ന ഒരു പുതിയ ഭരണകൂടത്തിന്റെ കാഹളധ്വനികളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 മുന്നണികൾ തമ്മിലാണ് മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിൽ ആദ്യമാണ് 27 പാർട്ടികൾ ചേർന്ന ഒരു പ്രതിപക്ഷ മുന്നണി ഇന്ത്യയിൽ രൂപീകൃതമായത്. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണി നേരത്തെ തന്നെ പല തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ചിട്ടുള്ളവരാണ്. അന്ന് അവരെ നേരിട്ടുകൊണ്ടിരുന്ന മുന്നണിയുടെ നാമധേയം UPA എന്നായിരുന്നു, യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ്. അതിന് നേതൃത്വം കൊടുത്തിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. അതിൽ നാമമാത്രമായ ചില കക്ഷികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 2024 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആ തരത്തിലുള്ള ഒരു ദുർബലമായ പ്രതിപക്ഷ മുന്നണി അല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നണിയെ നേരിടേണ്ടത് എന്ന ബോധത്തിന്റെയും ആലോചനയുടെയും ചിന്തയുടെയും ഫലമായിട്ടാണ് INDA എന്ന് പറയുന്ന ഒരു മുന്നണി രൂപീകൃതമായത്. അതിനകത്ത് ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ കക്ഷികളും 90% പ്രധാന ധാരയിലുള്ള പ്രതിപക്ഷ കക്ഷികളെല്ലാം അംഗത്വം ഉള്ളവരാണ്. അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ചില നാമമാത്രമായ പ്രാദേശിക കക്ഷികൾ മാത്രമേ ഉള്ളൂ. ഉദാഹരണമായി ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ്, അതുപോലെ ഈ ഒഡീഷയിലെ ബിജു ജനതാദൾ, അങ്ങനെയുള്ള ചില കക്ഷികൾ മാത്രമേ ഇതിൽ നിന്ന്, ആന്ധ്രാപ്രദേശിലെ YSR കോൺഗ്രസ്, അങ്ങനെയുള്ള ചില പ്രാദേശിക കക്ഷികൾ മാത്രമാണ് ഈ NDA മുന്നണിയിലും ഉൾപ്പെടാതെ ഇന്ത്യ സഖ്യത്തിലും ഉൾപ്പെടാതെ 3-ാം ഭാഗത്ത് നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അവർക്കെല്ലാം അതാത് സംസ്ഥാനങ്ങളിൽ, അതായത് തെലങ്കാനയിലോ ആന്ധ്രാപ്രദേശിലോ അല്ലെങ്കിൽ ഒഡീഷയിലോ ബീഹാറിലോ ഒക്കെയുള്ള പ്രാദേശികമായ സ്വാധീനം മാത്രമേ ആ പാർട്ടികൾക്കുള്ളൂ. അതുകൊണ്ട് അവർ മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണവും താരതമ്യേന വളരെ ചെറുതാണ്. എന്നാൽ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കൂടുതൽ സീറ്റുകളുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്ന മത്സരം മറ്റും സംസ്ഥാനങ്ങളിലെ മത്സരങ്ങളെക്കാൾ കുറെ കൂടെ വാശിയും വീറുമുള്ളതാണ്. അതിന്റെ പ്രധാനമായ കാരണം അവിടെ ഒരു ത്രികോണ മത്സരമാണ് നടക്കുന്നത്. BJPയും സഖ്യകക്ഷികളും ഒരു ഭാഗത്ത്, ഇന്ത്യ മുന്നണിയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും, അവിടെ അല്പമൊക്കെ സ്വാധീനമുള്ള ഇടതുപക്ഷ കക്ഷികളും CPM, CPI, ഫോർവേഡ് ബ്ലോക്ക് തുടങ്ങിയ ഇടതുപക്ഷ കക്ഷികളും ചേർന്നുള്ള മുന്നണി ഒരു ഭാഗത്ത്. സ്വാഭാവികമായി തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നു 3-ാം ഭാഗത്ത്. അപ്പോൾ ബംഗാളിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് ഒരു ത്രികോണ മത്സരമാണ്. ആ ത്രികോണ മത്സരത്തിന്റെ ഫലം ആർക്കാണ് പ്രയോജനം ചെയ്യാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണുക മാത്രമേ നിവർത്തിയുള്ളൂ.
തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അവിടുത്തെ ഭരണകക്ഷി ശക്തമായ സ്വാധീനം ചെലുത്തുന്ന ഒരു കക്ഷിയാണ്. അവർ BJPയെ നന്നായി തറപറ്റിക്കും എന്നുള്ള വാശിയോടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്നത്. BJPക്കും അതിനെ സംബന്ധിച്ചുള്ള ഭീതിയുണ്ട്. 2014 ഉള്ള രാഷ്ട്രീയ കാലാവസ്ഥയല്ല ഇന്ന് ബംഗാളിലുള്ളത് എന്നതൊക്കെ അവർക്ക് നന്നായി അറിയാം. അപ്പൊ 2019 കാലാവസ്ഥയും ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് 2024 കാലാവസ്ഥ ഈ തൃണമൂൽ കോൺഗ്രസിന് അനുകൂലമായിരിക്കും എന്നാണ് അവർ കരുതുന്നത്. എന്നാൽ BJPയും എല്ലാ തന്ത്രങ്ങളും അവിടെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏറ്റവും ഒടുവിൽ വന്ന ഒരു പ്രസ്താവന മമതയുടെ പേരിൽ വന്നിരിക്കുന്നത്, ഏതെങ്കിലും കാരണത്താൽ ഇന്ത്യ മുന്നണി ഭൂരിപക്ഷത്തോടുകൂടി അല്ലെങ്കിൽ അല്പമെങ്കിലും എന്തെങ്കിലും കുറവ് ഭൂരിപക്ഷത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് പുറത്തു നിന്ന് ഇന്ത്യ മുന്നണിയെ സഹായിക്കും എന്ന് അവർ ഒരു പ്രസ്താവന ഇന്ന് നടത്തിക്കഴിഞ്ഞു. അതിനെ സംബന്ധിച്ച് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ സമയമായിട്ടില്ല. എന്തായാലും BJP മുന്നണി ഇന്ത്യയിലാകമാനം ഇപ്പോഴും 400 സീറ്റിലധികം നേടും എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടിയും ആ തരത്തിലുള്ള വീറോടുകൂടിയാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. നരേന്ദ്രമോദി 2, 3, 4 ഘട്ടങ്ങളിൽ ഒക്കെ അദ്ദേഹം ഉപയോഗിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളൊക്കെ വളരെ വ്യത്യസ്തങ്ങളാണ്. അദ്ദേഹം പറയുന്നത് പലപ്പോഴും ഒരു ഘട്ടത്തിൽ പറഞ്ഞതല്ല മറ്റൊരു ഘട്ടത്തിൽ പറയുന്നത്. പ്രാദേശികമായ വികാരങ്ങളെ ഇളക്കി വിടത്തക്ക രീതിയിൽ ചില പ്രത്യേക മതവിഭാഗങ്ങളെ പ്രീണിപ്പെടുത്തുകയും അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിൽ 2-3 സമീപനങ്ങളാണ് അദ്ദേഹം സ്വീകരിച്ചു കാണുന്നത്. അദ്ദേഹത്തോട് അതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം തന്നെ പരസ്പര വിരുദ്ധമായിട്ടുള്ള മറുപടികളാണ് നൽകുന്നത്. അതിന്റെ അർത്ഥം BJPക്ക് തുടക്കത്തിലുണ്ടായിരുന്ന ആത്മവിശ്വാസം ഇപ്പോൾ ഇല്ല. ഇന്ത്യ മുന്നണി വളരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിച്ചിരിക്കുന്നു. അവർ വളരെയേറെ വാശിയോടുകൂടെ മുന്നോട്ട് പോവുകയാണ്. ഉത്തർപ്രദേശിൽ പോലും ഇന്ത്യ മുന്നണി ഉയർത്തുന്നതായിട്ടുള്ള വെല്ലുവിളി ആ കാര്യത്തിൽ BJP പരിഭ്രമത്തിലും പരിഭ്രാന്തിയിലും അങ്കലാപ്പിലുമാണ്. കാരണം അവിടെ സമാജ്വാദി പാർട്ടി, അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടി നല്ല സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ്. അവർ ഇപ്രാവശ്യം ഇന്ത്യ മുന്നണിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ചേർന്നുള്ള ഒരു സമവാക്യം ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ കാലാവസ്ഥയെ വളരെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ വരുമ്പോൾ UPയിലെ അപ്രമാദിത്വം BJPക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗുജറാത്തിലായാലും രാജസ്ഥാനിലാണെങ്കിലും ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണെങ്കിലും നേരത്തെ BJPക്ക് ഉണ്ടായിരുന്ന ആത്മവിശ്വാസം അത്ര ബലപ്പെട്ടല്ല ഇപ്പോൾ പുറത്ത് പ്രകടിപ്പിക്കുന്നത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പമാണ് ആം ആദ്മി പാർട്ടിയുടെ ഇപ്പോഴത്തെ പുനഃപ്രവേശം എന്ന് തന്നെ പറയാം. അതിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായതിനു ശേഷം അദ്ദേഹം BJPക്കെതിരായി ആഞ്ഞടിച്ച് പ്രചാരണ രംഗത്താണ്. അവരുടെ കയ്യിൽ ഇപ്പോൾ തന്നെ 2 സംസ്ഥാനം ഉണ്ട്. ഡൽഹിയും പഞ്ചാബും AAP ആണ് ഭരിക്കുന്നത്. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അവർക്ക് ചെറുതെങ്കിലും സ്വാധീനമുണ്ട്. എന്ത് വില കൊടുത്തും BJPയെ ഇനിയും അധികാരത്തിൽ തുടരാൻ അനുവദിക്കുകയില്ല എന്ന പ്രതിജ്ഞയോടുകൂടി വീറോടെ വാശിയോടെയാണ് അരവിന്ദ് കെജ്രിവാൾ പ്രചാരണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന. അദ്ദേഹം ഇനിയും ശേഷിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും മാറി മാറി സഞ്ചരിച്ച് അദ്ദേഹം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും വളരെ ശക്തമായ പ്രചരണമാണ് ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അഴിച്ചുവിട്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ റായ്ബറേലി മത്സരത്തിൽ സ്ഥാനാർത്ഥി കൂടിയാണ്. അപ്പോൾ അവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും എത്രയധികം വർദ്ധിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനം ഇപ്പോൾ ഇളകി മറിയുകയാണ്. UPയും പഞ്ചാബും ഡൽഹിയും അതുപോലെ തന്നെ ഒറീസയും മധ്യപ്രദേശും ഛത്തീസ്ഗഡും രാജസ്ഥാനും ഒക്കെ ഇനി അവശേഷിക്കുന്ന സീറ്റുകളിലേക്കുള്ള മത്സരത്തിന് ഒരുങ്ങുമ്പോൾ അവിടെ തീവ്ര പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 20-ാം തീയതി വരെയാണ് പ്രചാരണത്തിനുള്ള സമയം. അത് കഴിയുമ്പോൾ 25 6ാം ഘട്ടത്തിലേക്ക് പോകും. ജൂൺ മാസം 1-ാം തീയതി 7 ഘട്ടങ്ങൾ പൂർത്തിയാക്കി
തെരഞ്ഞെടുപ്പ് അവസാനിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി നരേന്ദ്രമോദി നടത്തുന്നതായ പ്രഖ്യാപനങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ വളരെയേറെ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് പൗരത്വ നിയമ ഭേദഗതി നിയമം നടപ്പാക്കിക്കൊണ്ട് ചില അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകിക്കൊണ്ടുള്ള തീരുമാനം പുറത്തു വന്നിരിക്കുന്നത്. അതൊരു വാശിയോടുകൂടി ചെയ്തിരിക്കുന്ന ഒരു നടപടിയാണ്. അത് ന്യൂനപക്ഷങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആശങ്ക ചെറുതല്ല. അതുപോലെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലായ മണിപ്പൂരിലെ അസ്വസ്ഥത ഇപ്പോഴും നിലനിൽക്കുകയാണ്. അവിടെ നിന്ന് വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതാണ്ട് BJPയെ കൈവിട്ട മട്ടിലാണ്. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളും പൂർണ്ണമായി കഴിഞ്ഞു. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, തമിഴ്നാട്, കേരളം, ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് എല്ലാം നേരത്തെ തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയൊക്കെ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് വാദത്തിന് വേണ്ടി നേതാക്കന്മാർ പ്രഖ്യാപിക്കുമെങ്കിലും അത് യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ അകലെയാണ്. തെക്കേ ഇന്ത്യയിൽ കാര്യമായ ഒരു സ്വാധീനവും BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ പറയുന്നത്. അതുപോലെ വടക്കേ ഇന്ത്യയിലും നേരത്തെ ഉണ്ടായിരുന്ന രീതിയിലുള്ള ഒരു ആഞ്ഞടിച്ച മുന്നേറ്റം BJP മുന്നണിക്ക്, NDA മുന്നണിക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് 400-ലധികം സീറ്റുകൾ നേടുമെന്നുള്ളതൊക്കെ ഒരു വീരവാദമായി, അല്ലെങ്കിൽ ഒരു സ്വപ്നമായി, അല്ലെങ്കിൽ ഒരു ആഗ്രഹമായി മാത്രം ശേഷിക്കുന്നുവെന്നാണ് അതിനെ സംബന്ധിച്ച് പറയേണ്ടത്. ഇന്ത്യ മുന്നണിയും വളരെ ശക്തമായി ഐക്യത്തോടുകൂടെ മുന്നോട്ട് പോവുകയാണ്. അവർ വ്യക്തമായി അവരുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രഖ്യാപനങ്ങളൊക്കെ ആവർത്തിച്ച് ആശയക്കുഴപ്പമില്ലാതെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വാക്പോര് ശക്തമായി നീങ്ങുന്നു. കോൺഗ്രസിൻ്റെതായിട്ടുള്ള പ്രകടന പത്രികയിൽ വളരെ പ്രകടമായിട്ടുള്ള ജനോപകാരപ്രദമായ പല പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊക്കെ സാധാരണക്കാരായ ജനങ്ങളെ ഉദ്ദേശിച്ചുള്ളതാണ്. തൊഴിലില്ലായ്മ പരിഹരിക്കുക, യുവാക്കളുടേതായ സൗകര്യങ്ങൾ, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, അതുപോലെ തന്നെ നൈപുണ്യവർദ്ധനവിനുള്ള സാഹചര്യങ്ങൾ, പാവപ്പെട്ട സ്ത്രീകൾക്കുള്ള സഹായം, കർഷകർക്കുള്ള സഹായം, വ്യാവസായികമായ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള നടപടികൾ തുടങ്ങിയ വലിയ വലിയ പ്രഖ്യാപനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലുണ്ട്. അതവർ ആവർത്തിക്കുന്നുണ്ട്. നരേന്ദ്രമോദിയും അവരുടെ പ്രകടന പത്രികയിലെ കാര്യങ്ങൾ ആവർത്തിക്കുന്നു. പക്ഷേ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് അവർ മുൻപ് പുറപ്പെടുവിച്ച പ്രകടന പത്രികയിലെ ഒരു പകുതി പോലും അവർക്ക് നടപ്പാക്കാനായി കഴിഞ്ഞിട്ടില്ല എന്ന ഒരു യാഥാർത്ഥ്യം ജനങ്ങളുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് അവരുടെ പ്രകടന പത്രികയിലുള്ള വിശ്വാസ്യതയൊക്കെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു മാറ്റം ഇന്ത്യയിൽ ആവശ്യമാണ്. വർഗീയ ധ്രുവീകരണം പാടില്ല. ഇന്ത്യ പരിപാവനമായി കരുതുന്ന മതേതരത്വം സംരക്ഷിച്ചെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ജനാധിപത്യം തീർച്ചയായും സംരക്ഷിക്കപ്പെടണം. ഭരണഘടന സംരക്ഷിക്കപ്പെടണം. അത് അവഗണിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനത്തെയും ജനം സ്വീകരിക്കുകയില്ല. നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ടതായ നീതിന്യായ സ്ഥാപനങ്ങൾ, കോടതികളൊക്കെ ഭംഗിയായി പ്രവർത്തിക്കാനുള്ള രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടാകണം. അന്വേഷണ ഏജൻസികളെ ഭരിക്കുന്ന സർക്കാരിന്റെ ചട്ടുകങ്ങളായി ഉപയോഗിക്കുന്ന സമ്പ്രദായം അവസാനിപ്പിക്കണം. രാഷ്ട്രീയ പ്രതിയോഗികളെ വകവരുത്തുന്നതിനായി, ജയിലിൽ അടയ്ക്കുന്നതിനായി കിരാതമായിട്ടുള്ള നിയമങ്ങൾ നടപ്പാക്കുന്ന അപരിഷ്കൃതമായ രീതി അവസാനിപ്പിക്കണം. ഇതിനെ സംബന്ധിച്ചൊക്കെ പൊതുസമൂഹം ശക്തമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ ചിന്തകന്മാർ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് 400 സീറ്റ് എന്ന് പറയുന്നതൊക്കെ ഒരു സംഖ്യയായി തന്നെ നിൽക്കും. വളരെ വലിയ മുന്നേറ്റം ഇന്ത്യ മുന്നണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അത് അവസാന ഘട്ടം വരെയും അത് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയും അവശേഷിക്കുന്നതായിട്ടുള്ള 14 ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ ഭാവി ഭാഗധേയം നിർണയിക്കപ്പെടും എന്നുള്ള പരമയാഥാർത്ഥ്യത്തിന് വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുകയാണ്.